സാർ, ഇപ്പം ജവഹർ മഞ്ചിന്റെ കുട്ടിക്കൂട്ടം എന്ന പരിപാടി ഇപ്പം ചെറുപുഴയിൽ നടക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ജവഹർ മഞ്ചിൻ്റെ കുട്ടിക്കൂട്ടം പരിപാടി എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. കുട്ടികളിലെ എല്ലാ തലത്തിലുള്ള കലാവാസനകളെയും അവരെ അതിലൂടെ വളർത്തിക്കൊണ്ടുവരിക, അവരെ നല്ല ഒരു ഇന്ത്യൻ പൗരനായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശ്യമാണ് ഇതിന് പിന്നിലുള്ളത്. കുട്ടികൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, അത് വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് രംഗത്തായും കായിക രംഗത്തായാലും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെ ഇടപെടലുകൾ നടത്തണം എന്നുള്ളതിൻ്റെ കൃത്യമായ ക്ലാസ്സും വീക്ഷണവും ഒക്കെ നൽകിക്കൊണ്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. നമ്മൾ ബ്ലോക്ക് തലത്തിൽ, അതുപോലെ തന്നെ മണ്ഡലം തലത്തിൽ, അതുപോലെ തന്നെ ജില്ലാതലത്തിൽ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ അതിലൂടെ വലിയ മാറ്റമാണ് കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷമായി നേരത്തെ ജവഹർ ബാലവഞ്ചന വേദിയായിരുന്നു, അത് മാറ്റി ജവഹർ ബാലമഞ്ചായി മാറിയിരിക്കുകയാണ്. ആ ബാലമഞ്ചിൻ്റെ ഇപ്പോൾ സംസ്ഥാന തലത്തിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ജവഹർ ബാലമഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജയ്പൂരിൽ വെച്ചിട്ടാണ് ദേശീയ ക്യാമ്പ് നടന്നത്. ആ ദേശീയ ക്യാമ്പിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായ ഇഷാനി, നമ്മുടെ കേരളക്കാരിയായ കണ്ണൂരിലെക്കാരിയായിട്ടുള്ള ഇഷാനിയെ ദേശീയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ ഇഷാനിയുടെ പെർഫോമൻസ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. നല്ല അത് ജവഹർ ബാലമഞ്ചിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ സ്വന്തം കാര്യങ്ങൾ വളരെ കൃത്യമായി എങ്ങനെയാണ് സമൂഹത്തിൽ കുട്ടികൾ വളർന്നു വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ 12ാം ക്ലാസ്സുകാരി വളർന്നു വന്നു. അതുപോലെ ഒരുപാട് കുട്ടികളിലൂടെ ഇത്തരം ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും വളർന്നു വന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണകരമായി നമ്മൾ കാണുന്നത്. ഇപ്പം ജില്ലയിലെ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ ചെറുപുഴ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുത്തത്? കുട്ടികളെ നമ്മൾ ക്യാമ്പുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു സെലക്ഷൻ മെത്തേഡുണ്ട്. കാരണം നമുക്കിപ്പോൾ 200-200 ചില്ലറ കുട്ടികളെല്ലാം നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ബ്ലോക്ക് തലത്തിലും അതിൻ്റെ കാറ്റഗറി വെച്ച് കുട്ടികളുടെ പെർഫോമൻസും അതിന് ക്യാമ്പിലെ കുട്ടികളുടെ ഇതിനകത്ത് ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് ക്ലാസ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. അവരെ അതിലേക്ക് താഴെത്തട്ടിൽ അതിനുവേണ്ടി നമ്മൾ ഒരുക്കങ്ങൾ നടത്തി അവരെ അതിന് സജ്ജരാക്കി വളർത്തിക്കൊണ്ട് വന്ന് ആണ് നമ്മൾ ഈ ക്യാമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഈ ക്യാമ്പ് ഇതിലൂടെ കഴിയുമ്പോഴത്തേക്ക് അവർ വേറൊരു തലത്തിലേക്ക് അവരെത്തിപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഇതിൻ്റെ ജില്ലാ ഭാരവാഹികളെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അവരെ ഒരു ടീം അവർ പ്രസംഗം ഇതുണ്ട്. അവരുടെ പേരുകൾ നാമനിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ആ വന്ന 10 പേരാണ്. 10 പേരുടെ സ്പീച്ച്, അവരുടെ പെർഫോമൻസ്, അവരുടെ ചോദ്യം ചോദിച്ച് അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജഡ്ജസിനെ വെച്ച് കൃത്യമായി അവരുടെ ക്വാളിറ്റിയും അവരുടെ പെർഫോമൻസും അവർക്ക് മുന്നോട്ടത് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥാനത്തെ ഈ സംഘടനയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് കൃത്യമായി പരീക്ഷണം നടത്തിയിട്ടാണ് അവരെ സെലക്ട് ചെയ്യുന്ന ഭാരവാഹികൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അതായത് കുട്ടികൾ തന്നെയാണ് അതിനകത്ത് അവർക്ക് വോട്ട് ചെയ്യുന്നതും അവരെ ഇത് ചെയ്യുന്നതും അവരുടെ. അതങ്ങനെയാണ് അഖിലേന്ത്യാ തലത്തിൽ ഇഷാനി അടക്കമുള്ളവർ ഇതിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി അവരുടെ പ്രസംഗം കണ്ട്, അവരുടെ അപ്പിയറൻസ്, അവരുടെ ഡീലിങ്സ് കണ്ട്, അവർക്ക് ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കണ്ട് കുട്ടികൾ തന്നെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. ഈ പരിപാടിയുടെ ഈ 2 ദിവസം നടക്കുന്ന സംഘടനത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതാണ് ഞാൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു സംഘാടക സമിതിയുണ്ട്. ആ സംഘാടക സമിതിയിൽ ഇപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിലെ ചാർജുള്ള പ്രേംജി ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മാനേജർ സുരേഷ് ഉൾപ്പെടെ, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, ഇതിനെല്ലാം മാർഗനിർദ്ദേശമായി ഇതിൻ്റെ നമ്മൾ സീനിയർ നേതാവായ കൃഷ്ണമാഷ് ഉൾപ്പെടെ, അതുപോലെ തന്നെ എല്ലാ മഹിളാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും എല്ലാ തലത്തിലുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ജവഹർ ബാലമഞ്ചിൻ്റെ എല്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും ഒക്കെ തന്നെ അവരെല്ലാം തന്നെ ഇതിനകത്ത് വളരെ ശക്തമായ ഒരു ഇൻവോൾവ്മെൻറ്റ് അവരെ തലത്തിലുണ്ട്. എല്ലാ തലത്തിലും ഉള്ളവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അത് ഇപ്പോൾ നിങ്ങൾക്കറിയാം എത്ര പെട്ടെന്നാണ് ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വിജയകരമാക്കിയ എല്ലാ
ഇതിൻ്റെ സംഘാടകർ, ഒരു സംഘാടക സമിതി ഇവിടെ ഞാൻ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു സംഘാടക സമിതി ഇവിടെ എടുത്തിട്ടുണ്ടായി. ആ സംഘാടക സമിതിയുടെ എല്ലാവരുടെയും ഞാൻ അത്ര ഇൻവോൾവ് ആകാൻ പറ്റിയിട്ടില്ല എങ്കിലും മറ്റ് ഇവിടെയുള്ള ചെറുപുഴക്കാരുടെ എല്ലാവരുടെയും കഴിവിൻ്റെ പരമാവധി സഹായം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നു.